ഗിഫ്റ്റ്. എടി ശ്രുതി, നീ എങ്ങോട്ടാ? ഇന്ന് നമ്മുടെ ഗീതയുടെ കല്യാണല്ലേ, ഞാൻ അങ്ങോട്ട് പോവാ. ഓ, അത് ഇന്നായിരുന്നല്ലേ? അതെന്നോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പോവാ, കയറി. എടാ, നീ ഹാപ്പി തന്നെയല്ലേ? എന്താടി നീ ഓക്കെ അല്ലേ? അതെന്താ നീ അങ്ങനെ വെച്ചേ? അല്ല, നിങ്ങൾ തമ്മിൽ റിലേഷനിലൊക്കെ ആയിരുന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതല്ലേ? എടി, ഞങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകില്ല എന്ന് കണ്ടപ്പോൾ പരസ്പരം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണ്ടാന്ന് വിചാരിച്ച് കൈ കൊടുത്ത് പിരിഞ്ഞവരാ നമ്മള്. അപ്പോൾ അവളുടെ കല്യാണത്തിന് എന്നെ വിളിച്ചു, ഞാൻ അതിന് വന്നു. പിന്നെ ഞാൻ ഹാപ്പി തന്നെ. എടാ എടാ ഒന്നുകൂടെ ചിന്തിച്ചൂടെ? എന്ത്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങോട്ടേക്ക് നീ കയറണോ? അതൊന്നും കുഴപ്പമില്ലടി. എടാ, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ ആ മണ്ഡപത്തിൽ കയറി കഴിഞ്ഞിട്ടാകുമ്പോ നീ നിൽക്കേണ്ട സ്ഥാനത്ത് വേറൊരുത്തെ. നിനക്ക് വിഷമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം, എന്നാലും നെഞ്ചിനകത്ത് ചെറിയൊരു നീറ്റലുണ്ടാവൂലേ? ഇല്ലേ? എനിക്ക് വിഷമൊന്നുമില്ല. നിനക്ക് വിഷമൊന്നും ഇല്ലാന്ന് എനിക്കറിയാം, പക്ഷെ നീ മണ്ഡപത്തിലോട്ട് വരണടാ. നിനക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഗതിയും പിടിച്ചിട്ടില്ല. അവരുടെ മുഖഭാവം പുച്ഛൊക്കെ കണ്ട് എന്തിനാ വെറുതെ? ഫുഡ് കഴിക്കാൻ നേരം നിന്നെ ഞാൻ വിളിക്കാം. ശരിക്കും നീ ഹാപ്പി തന്നെയല്ലേ? നിന്റെ ഫസ്റ്റ് പ്രണയായിരുന്നില്ലേ? ഫസ്റ്റ് പ്രണയം അങ്ങനെയൊന്നും മറക്കാൻ പറ്റില്ലടാ. നമുക്കറിയാം, ചെറിയൊരു നീറ്റിലില്ലേ നെഞ്ചില്? ചെറിയൊരു നീറ്റില്. നമ്മൾ പരസ്പരം കൈ കൊടുത്ത് എല്ലാം പറഞ്ഞു തീർത്തതാ. എനിക്കൊരു വിഷമില്ല. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഇതില് ഹാപ്പി മാരീഡ് ലൈഫ് ഗീത എന്ന് പറഞ്ഞിട്ട് നീ തന്നെ എഴുതി നീ തന്നെ അവളുടെ കൈ കൊണ്ട് കൊടുക്ക്. അപ്പൊ എല്ലാ പ്രശ്നം തീരൂലേ? അവിടെ അമ്മൂമ്മയുടെ ഗിഫ്റ്റ് എല്ലാം മറന്നു കിടക്കുന്ന അന്നെ പിടിച്ചിട്ട് ഗിഫ്റ്റ്.